ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മലയാള സിനിമയിൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ അഭിനയിച്ചതിന് ശേഷം ഞാൻ ചാൻസ് ചോദിച്ചു പോയിട്ടുള്ളൊരു സംവിധായകൻ അടൂർ സാറിനാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വേഷം അദ്ദേഹം തരും. കാരണം എല്ലാ സംവിധായകരും പറയുന്ന പോലെ നമുക്ക് ആലോചിക്കാം അതുപോലെ ഒരു വേഷം വരട്ടെ എന്നുള്ളൊരു സംസാരം ആയിരിക്കാം തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അടൂർ സാറ് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. കുറേ മലയാള സിനിമയിലെ ഒരുപാട് കലാകാരന്മാർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലോക സിനിമയുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചാൻസ് ചോദിച്ചത് നേരത്തെയാണോ അതോ ഇപ്പോൾ പഠനത്തിന് മുമ്പായിട്ടുള്ളതാണോ? ഇല്ലില്ല, വളരെ എനിക്ക് തോന്നുന്നു പഞ്ചാബി ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ച. അപ്പോൾ ഈ തട്ടത്തി മരത്തിലൊക്കെ പറയുന്ന പോലെ പടച്ചോര ഒരു ആഗ്രഹം സൂക്ഷിച്ചു വെച്ചു തന്നു. പ്രണയമാണോ സാർ ഇതിൻ്റെ? അത് മനസ്സിലായിട്ടുണ്ടല്ലേ? പ്രണയം വളരെ ഇതിൻ്റെ ഏറ്റവും അടുത്തട്ടിൽ ആണ്. അതെ, അതിൽ നിന്ന് തിരിയുന്ന ഒരു കഥയും തീർത്ഥവും. സാർ നേരത്തെയൊക്കെ ഇല്ലാത്തതിനൊരു വളരെ പ്രത്യേകത ഇത്തവണ ചിത്രത്തിലുണ്ട്. ദിലീപും കാവ്യമാധവനും ആണ് അഭിനയിക്കുന്നത്. ദിലീപ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതെ, വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ദിലീപ് എൻ്റെ പടത്തിൽ അഭിനയിപ്പിക്കാനായിട്ട്. അദ്ദേഹത്തിന് പറ്റിയ റോൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. അതുകൊണ്ട് ഇത്തവണ ചാൻസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ദിലീപിനെ ഞാൻ സമീപിച്ചു. ദിലീപും കാവ്യമാധവനും കുറേ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ അഭിനയിച്ചു. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് സാറിൻ്റെ പടത്തിൽ? ദിലീപിനോട് ചോദിക്കാം. സാർ ഒരു കാര്യം കൂടെ, സാർ ഒരു 8 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമ എടുക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ട് സാർ ഇത്രയും ഒരു ഗ്യാപ്പ്? എനിക്ക് വളരെ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു പ്രമേയത്തെ പറ്റി നിർബന്ധമായിട്ട് തോന്നുമ്പോഴാണ് ഞാൻ സിനിമ എടുക്കാനായിട്ട് തയ്യാറാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആരെങ്കിലും കാശ് തരാനില്ലാത്തതുകൊണ്ടല്ല, അതുകൊണ്ടല്ല, എൻ്റെ കുഴപ്പമാണ്. ഞാനത് തയ്യാറാവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട സ്വയം ബോധ്യമാവണം ഞാൻ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ ഞാൻ ഒരു കഥ തന്തുവെടുത്തിട്ട് വികസിപ്പിക്കും. അതിന് സമയമെടുത്തു. അതിപ്പോൾ നമുക്ക് ദിവസവും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ കാര്യത്തിൽ കുറേയധികം വ്യക്തിപരമായ കാരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേർത്തിട്ടാണ് വളരെ കാര്യം എടുക്കുന്നത്. ഇത്തവണ ശ്രീ ബേബി മാത്യു എൻ്റെ കൂടെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പടം അദ്ദേഹം തയ്യാറാക്കി. അദ്ദേഹമാണ് അങ്ങനെ അത് സംഭവിക്കുന്നതാണ്.
നിർമ്മാതാവിന് വേണ്ടി കാത്തിരുന്ന് താമസിച്ചതല്ല. ഓരോ ചിത്രവും അതിനൊക്കെ എടുത്ത ചിത്രത്തേക്കാൾ വ്യത്യസ്തമാണ്. ഒരുപോലെ ഒരു 2 സിനിമ എടുത്തിട്ടില്ല, കാരണം അത് ബോറിങ്ങാണ്. അത് ഒരു തവണ എടുത്തിട്ട് അത് വിജയകരമായി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു ബോറാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ബോറടിക്കുന്നത് ഞാൻ ആളുകളെ ബോറടിപ്പിക്കായിരിക്കും. എനിക്ക് തന്നെ ബോറടിച്ചല്ലേ, അതുകൊണ്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം ഞാൻ ചെയ്യുന്നതിനെ പറ്റി. അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ആസ്വാദകർക്കും ആ എക്സൈറ്റ്മെൻറ്റ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം.